ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജയം ട്രിപ്ലെറ്റ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഈ ഒരു റെസിപ്പി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അത് ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു കപ്പ് എടുക്കുക. ഞാനിവിടെ ഒരു ചെറിയൊരു ബൗളായിട്ട് എടുത്തിട്ടുള്ളത്. ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഈ ഒരു ബൗളിനെ കണക്കാക്കിയിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ സാധാ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയുള്ള ഷുഗറാണ് കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 2-3 പിഞ്ച് ഉപ്പാട്ട ചേർത്ത് കൊടുക്കുന്നത്. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നോർമൽ വാട്ടറാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തും ആ ഒരു വെള്ളം എത്തുന്ന വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി ഒന്ന് കട്ട പിടിക്കാതെ വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം വെള്ളം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടലി ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഓരോ അരിപ്പൊടിക്കും ഓരോ വെള്ളമായിരിക്കട്ടെ വേണ്ടത്. ഇപ്പോൾ ഇതാക്കണം, ഈ രീതിയിലാണ് നമ്മൾ ബാറ്റർ ഇവിടെ ആയിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഉഴുന്ന് ദോശൻ്റെ ഒരു രീതിയിൽ വേണം കേട്ടോ അതിൻ്റെ ബാറ്ററും തയ്യാറാക്കി എടുക്കാൻ. ഒരുപാട് ലൂസ് ആവണ്ട, എന്നാൽ ഒരുപാട് ടൈറ്റും ആവണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അതിന് ഞാനിവിടെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അതെല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്ന കാര്യം ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നല്ല ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഫ്ലേവർ മാറും കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തികച്ചും ഓപ്ഷണലാണ് കേട്ടോ ഈ ഒരു നല്ല ജീരകം. അപ്പോൾ അതുകൊണ്ട് ചേർത്തതിന് ശേഷം ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാനിവിടെ ആദ്യം ഒരു പാൻ എടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ നല്ലോണം ചൂടായി വന്നതിന് ശേഷം നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്താൽ മതി. നെയ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഒരു തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ചുറ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് കാണും, ഇതേപോലെ നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം തന്നെയാണ് കേട്ടത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. ഇതുപോലെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വിഭവങ്ങൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ പോയിക്കാണ്ട് വാച്ച് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഓരോ വിഭവങ്ങളും ട്രൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ കൂടുതൽ ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് എത്തുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ ദോശ ഓരോന്നായിട്ട് ഞാൻ അവിടെ പെട്ടെന്ന് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. കറികളൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ ഒന്ന് കഴിക്കാവുന്നതാണ്. ഉൾവശം ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ അത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ടാക്കുക കേട്ടോ. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബായ്, അസ്സലാമു അലൈക്കും.